ഹലോ. പറയടി. എടാ ആ നമുക്ക് നിർത്തിയാലോ? എന്ത് നിർത്താൻ? നമ്മുടെ ഈ റിലേഷൻ. നീ എന്താ പെട്ടെന്ന് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണ? എടാ അത് എനിക്കിപ്പോ അതാ നല്ലതെന്ന് തോന്നുന്നു. അതാ. നിനക്കിപ്പോ എന്താ പറ്റിയത്? നീ അത് പറഞ്ഞേ. എടാ ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ഹലോ ഹലോ. ടിക്കറ്റ്സ് അവിടെ ആരെടുക്കളെ? ഒരു കോട്ട. ടിക്കറ്റ്സ് പറ ടിക്കറ്റ്സ് ആ ജടബാക്കി. വീട്ടിലേക്കാ എവിടേക്കാ? ഒരു കോട്ട. ശരി, 2 രൂപ ചില്ലറ വരും കേട്ടോ. മിണ്ടില്ലാന്ന് ഉറപ്പാണോ? സോറി പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ മിണ്ടാതിരിക്കണേ? ഒന്നും മിണ്ടിക്കൂടെ? എവിടെയാ? ഞാൻ ഒരു തമാശക്ക് ചെയ്തതാ. ഞാൻ വിട്ടിട്ട് പോയാ നിനക്ക് വിഷമാവോന്നറിയാൻ, അല്ലാതെ പോവാനല്ല. എനിക്ക് വിഷമമൊന്നുമില്ല. നീ പോയാലും എനിക്ക് വേറെ പിള്ളേരെ കിട്ടും. ഡാ കൊടുക്ക്, എൻ്റെ ഇല്ല. നീ പിന്നെ എന്തിനാ കയറിയേ? വെറുതെ വേഗം ആവട്ടെ. എവിടേക്കാന്ന് വെച്ചാ പറയ്. വേഗം പറ വെച്ചേ. നിനക്ക് വിഷമില്ലാന്നല്ലേ നീ പറഞ്ഞേ? പിന്നെ നീ എന്തിനാ ഇന്നലെ കരഞ്ഞേ? ഞാനോ? എപ്പോ? ആ നീ തന്നെ. അഭി വിളിച്ചു പറഞ്ഞല്ലോ നീ ഭയങ്കര കരച്ചിലാന്ന്. അത് നീ പോയോണ്ടോന്നല്ല. പിന്നെ അതിപ്പോ നീ അറിയണ്ട. ഓ ചിരിക്കോ? ഒന്ന് ചിരിക്കടാ. പള്ളിക്കാന്ന് പറഞ്ഞ് ആ സ്റ്റെഫീനെയും കൂട്ടുപിടിച്ച് ബസ് കത്ത് നിന്ന് ഇവിടം വരെ വന്നത് നിന്റെ ഒരു ചിരി കാണാനാ. നിനക്ക് പറ്റുവച്ചാ ചിരിക്കേ. നോക്കി 8 മണി വരെയാണ് കൊന്ത കഴിഞ്ഞ് എല്ലാവരും വീട്ടിലെത്തുമ്പോഴേക്കും എനിക്ക് തിരിച്ചെത്തണം. നീ ഇങ്ങനെ മസിലും പിടിച്ചിരുന്നോ? ഞാൻ പോവാ. ഞാൻ പോയാലും നിനക്ക് വേറെ പെൺപിള്ളേരെ കിട്ടും. പക്ഷെ എനിക്ക് നിന്നെ മതി. എന്നെ എങ്ങാനും ഇട്ടിച്ച് പോകാൻ പരിപാടി ചെല്ലുണ്ടല്ലോ. ചേട്ടാ ആളിറങ്ങണം. ചേട്ടാ ഇറങ്ങണായിരിക്കും.
ഡാ അതെങ്ങനെയാടാ, ചില ബന്ധങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെക്കാന്ന് വെച്ചാലും നമ്മളെ കൊണ്ട് അത് പറ്റത്തൊന്നുമില്ല. ശരിക്കും പറഞ്ഞാ ആ ബന്ധങ്ങളൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടല്ലേ നമ്മൾ ഈ ഓടിക്കൊണ്ടിരിക്കണേ. എന്നാ പിന്നെ എങ്ങനെയാ, ഇറങ്ങല്ലേ? ബിപിൻ ചേട്ടൻ ജാതി ഫിലോസഫി ഒക്കെ പറയണ്ടല്ലോ. ഈ ഒരു കാര്യത്തില് അവന്റെ ഫിലോസഫി കറക്റ്റ് ആവും. അതെന്താ മനസ്സിലായില്ലല്ലേ? ഇല്ല. നീ എന്തിനീ ബസ്സിൽ ക്ലിയർ ആയിട്ട് കേറിയേ? അഞ്ജുനെ കാണാനല്ലേ? 5 വർഷം മുമ്പേ കണ്ടക്ടറായിട്ട് അവൻ കയറിയതും ഇതുപോലെ ആയിരുന്നു. നിനക്ക് വിഷമായ? ഏയ്, അതെന്താ? നീയും കൂടെ ഇറങ്ങുമെന്ന് അറിയായിരുന്നു.